പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ് പ്രവൃത്തി നീളുന്നതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി ചൊവ്വാഴ്ച റോഡ് ഉപരോധ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിഹാരം എന്നതിനാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. പലപ്പോഴും നമ്മളൊരു ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിഷയം വേറെ ആരുടെയെങ്കിലും ചുമലിൽ ഇടുന്നതിന് അപ്പുറത്ത് നമുക്ക് ഈ പ്രശ്നത്തിന് തീർച്ചയായിട്ടും ഒരു പരിഹാരം വേണം. മാധ്യമ പ്രവർത്തകരെ നിലയ്ക്ക് നിങ്ങൾ പലപ്പോഴും സഞ്ചരിക്കുന്ന റോഡാണ്. ഇപ്പൊ കേരളത്തിൽ ഒരുപാട് റോഡുകൾ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്നൊരു വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഈ റോഡ് പ്രശ്നം ഞങ്ങൾ ഇത്തരത്തിൽ ജനകീയമായി എടുക്കുന്നത്. കാരണം കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ റോഡുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. ഒരുപക്ഷെ കേരളത്തിലെ സംസ്ഥാന പാതകൾക്കിടയിൽ മറ്റൊരു റോഡും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ലാത്ത ഗുരുതരമായ ഒരു പ്രശ്നം കൂടിയാണിത്. കാരണം 4 വർഷമായിട്ടും ഈ പണി നടക്കാതെ പോകുന്നു. അപ്പൊ പല സ്ഥലത്തും റോഡ് തകർന്നിട്ടുണ്ട്. അത് 1-2 വർഷങ്ങളായിട്ട് മാത്രം തകർന്ന അവസ്ഥയാണ്. ഇത് കഴിഞ്ഞ 4 വർഷമായി സെപ്റ്റംബർ 30-നകം ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചില്ലെങ്കിൽ പ്രവൃത്തി നിർവഹണ വിഭാഗമായ KSPTയുടെ കുറ്റിപ്പുറത്തെയും തിരുവനന്തപുരത്തെയും ഓഫീസുകൾ മുമ്പിലും അനിശ്ചിതകാല സമരം സംഘടിപ്പിക്കുമെന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചു. പുലാമന്തൂർ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗത്തെ റോഡ് പ്രവൃത്തി 2021 ജനുവരി 20-നാണ് ആരംഭിച്ചത്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതി ഉൾപ്പെടുത്തി ഈ റോഡിന്റെ നവീകരണ പദ്ധതികൾക്കായി 144 കോടി രൂപ അനുവദിക്കുകയും 2020 സെപ്റ്റംബർ 20-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡിന്റെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. നാളിതുവരെയായിട്ട് 50% പ്രവൃത്തി പോലും പൂർത്തീകരിക്കാൻ കരാറെടുത്ത കമ്പനിക്ക് സാധിച്ചിട്ടില്ല. 30.88 കിലോമീറ്റർ ദൂരം മാത്രം ദൈർഘ്യമുള്ള ഈ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി മുടങ്ങിയിട്ട് 3 വർഷവും 8 മാസവും കഴിഞ്ഞിരിക്കുകയാണ്. 18 മാസമായി കരാറിന്റെ കാലാവധി. ആശുപത്രി നഗരമായ പെരിന്തൽമണ്ണയിലേക്ക് രോഗികളെ എത്തിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പിനെയും ബന്ധപ്പെട്ട വകുപ്പുകളെയും നിരന്തരം അറിയിച്ചിട്ടും മന്ത്രിയും MLAയും ഇടപെട്ടിട്ടും കമ്പനി ഒരു നടപടിയും സ്വീകരിച്ചില്ല. MLA എന്ന നിലയിൽ നജീബ് കാന്തപുരം 4 തവണയാണ് വിഷയം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചത്. വാസ്തവത്തിൽ MLAക്ക് പുറമെ പുലാമന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സൗമ്യ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ചന്ദ്രമോഹൻ, സമരസമിതി ജനറൽ കൺവീനർ ഷാജി കട്ടുപാറ, ട്രഷറർ അസീസ് എർബാദ് എന്നിവരും സംബന്ധിച്ചു. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.